ഹലോ ഫ്രണ്ട്സ്, ഈ വർഷം മാറിയ 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഹാർമണി ഓഫ് മാവൽസ് എന്ന ഒന്നാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് സ്റ്റോറിയായ എ റോബോട്ട് വിത്ത് എ വൈറസ് എന്ന സ്റ്റോറിയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവർക്കും നമ്മുടെ നീനു ഗ്ലോബിലേക്ക് സ്വാഗതം. ഫേമസ് റൈറ്ററായ പെഡ്രോ പാബ്ലോ സാക്രിസ്റ്റൻ ആണ് ഈ കഥ എഴുതിയത്. അദ്ദേഹം ജനിച്ചത് സ്പെയിനിലെ മാഡ്രിഡിലാണ്. സ്പെയിൻ മാഡ്രിഡ് എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഫുട്ബോൾ അല്ലേ ഓർമ്മ വരുന്നത്? കുഴപ്പമില്ല, അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഇദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്ക്സും കൂടി ഓർമ്മിക്കുക. ഏതാണ്? ദ റെഡ് മൂൺ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ദ ലേസി ലിറ്റിൽ ബേർഡ്, ദ മോക്കിംഗ് ടൈഗർ ആൻഡ് ദ ട്രീ ആൻഡ് ദ വെജിറ്റബിൾസ്. ഓക്കെ, ഇനി നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കപ്പോൾ ഇത് ഡോവേ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ള എന്താണെന്ന് നോക്കാം. ഡോവേ എന്ന് കാണുന്ന സമയത്ത് പേടിക്കൊന്നും വേണ്ട, ന്യൂ എൻട്രൻസ് ആണ്. പുതിയ കഥയിലേക്ക് അല്ലെങ്കിൽ പുതിയ പാഠത്തിലേക്കുള്ള ഒരു എൻട്രൻസ് ആണ് ഇത്. അപ്പോൾ ഇവിടെ എൻട്രിങ് ആക്ടിവിറ്റി ആയിട്ട് എന്താ കൊടുത്തതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ കുറച്ച് റോബോട്ട്സിനെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഏതായാലും നമുക്ക് വായിച്ച് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ സം കോമൺ ടാസ്ക് ദാറ്റ് റോബോട്ട്സ് ക്യാൻ പെർഫോം? റോബോട്ട്സൊക്കെ ചെയ്യുന്ന, സാധാരണഗതിയിൽ റോബോട്ട്സ് ചെയ്യുന്ന എന്തൊക്കെ ടാസ്കുകളാണുള്ളതെന്ന് നമുക്കറിയാം. നമ്മളൊരു സിനിമയിൽ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലൊക്കെ റോബോട്ട് ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനും എല്ലാം തന്നെ നല്ല ഈസി ആയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹാവ് യു എവർ സീൻ ഓർ ഹെർഡ് ഓഫ് എ റോബോട്ട് ദാറ്റ് ഹെൽപ്സ് വിത്ത് ഹൗസ് ഹോൾഡ് കോഴ്സ്? വീട്ടുജോലികളിലൊക്കെ ഈ റോബോട്ട്സ് സഹായിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ പൊതുവേ സോഷ്യൽ മീഡിയാസിലും സ്റ്റോറീസിലും ഒക്കെ അല്ലേ ഇത്തരം കഥകളൊക്കെ, ഇത്തരം റോബോട്ട്സിനെ കുറിച്ചൊക്കെ കണ്ടിട്ടും കേട്ടിട്ടുണ്ടാവുക അല്ലേ, എനിക്ക് തോന്നുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ രസകരമായ ചോദ്യമാണ്. ഇഫ് യു ഗെറ്റ് ദ സർവീസസ് ഓഫ് എ റോബോട്ട് അറ്റ് ഹോം, വാട്ട് വിൽ യു മേക്ക് ഇറ്റ് ഡു? ഒരു റോബോട്ടിനെ നിങ്ങൾക്ക് വീട്ടിൽ കിട്ടിയാൽ നിങ്ങൾ എന്താണ് അതിനോട് ചെയ്യാൻ പറയുക, അല്ലെങ്കിൽ നിങ്ങൾ അതിനുപയോഗിച്ച് എന്താണ് ചെയ്യുക എന്നാണ് ഇവിടെ ചോദിച്ചത്. അതിന് ഉത്തരം നിങ്ങളുടെ മനസ്സിൽ കാണണം. ഓക്കെ, സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സിന് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഈ ഡോർവേയിൽ, അതായത് എൻട്രിങ് ആക്ടിവിറ്റി ആയിട്ട് അവസാനമായി കൊടുത്തിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. നമുക്കത് വായിച്ചു നോക്കാം. ലിസ്റ്റ് സം ഓഫ് ദ ഗാഡ്ജറ്റ്സ് ആൻഡ് ഡിവൈസസ് യൂസ്ഡ് അറ്റ് ഹോം. നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള ഉപകരണങ്ങളുടെ പേരൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ്. നമുക്ക് ചെയ്തുകൂടെ? ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നമ്മുടെ യൂണിറ്റിലേക്ക്, നമ്മുടെ പാഠത്തിലേക്ക് കടക്കാം. എ റോബോട്ട് വിത്ത് എ വൈറസ്. ഇറ്റ് വാസ് എ സണ്ണി മോർണിംഗ്. വിച്ച് ടൈപ്പ് ഓഫ് മോർണിംഗ് വാസ് ദാറ്റ്? യെസ്, ഇറ്റ് വാസ് എ സണ്ണി മോർണിംഗ്. നല്ല സൂര്യപ്രകാശമൊക്കെ ഉള്ള നല്ലൊരു മോർണിംഗ് ആയിരുന്നു. ദ വൈബ്രൻറ്റ് ഗോൾഡൻ സൺലൈറ്റ് ഡാൻസ്ഡ് അക്രോസ് ദ സ്ട്രീറ്റ്. എങ്ങനെയുള്ള സൺലൈറ്റ്? അവിടുത്തെ അഡ്ജക്റ്റീവ് ഏതാ? ഗോൾഡൻ സൺലൈറ്റ്. അതായത് സ്വർണ്ണ നിറത്തിലുള്ള സൺലൈറ്റ് ഡാൻസ് ചെയ്യാണ് ആ തെരുവിൽ മൊത്തം, സ്ട്രീറ്റിൽ മൊത്തം. അപ്പോൾ എങ്ങനെയുള്ള മോർണിംഗ് ആയിരിക്കും? നല്ല ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു മോർണിംഗ് ആണ് അല്ലേ. ഇറ്റ് കാസ്റ്റ് വാം ഹ്യൂംസ് അപ്പോൺ ദ ഹൗസ് ടോപ്പ്. വീടിൻ്റെ മുകളിലൊക്കെ നല്ല ഒരു ചൂടുള്ള നിറങ്ങൾ വിതറുക എന്ന് പറഞ്ഞാൽ എന്താ? മുകളിലൊക്കെ ഈ സൂര്യൻ്റെ പ്രകാശം കൊണ്ട് ചെറിയൊരു നല്ല ഊഷ്മളമായ ചെറിയൊരു ചൂടിൽ ഇങ്ങനെ വീടൊക്കെ നിൽക്കുക എന്നാണ്. ദ എയർ വാസ് ക്രിസ്പ് ആൻഡ് റിഫ്രഷിങ്. എങ്ങനെയുള്ള എയർ ആയിരുന്നു? ക്രിപ്സ് ആൻഡ് റിഫ്രഷിങ്. നല്ല കാമായിട്ട്, ശാന്തമായിട്ടും നല്ല റിഫ്രഷ് തരുന്ന, നല്ല ഉന്മേഷം തരുന്ന ഒരു വായു ആയിരുന്നു ആ വീടിനും ആ സ്ട്രീറ്റിലും ഉണ്ടായിരുന്നത്. ദ സൺബീംസ് പീപ്ഡ് ഇൻ ടു റിക്കീസ് റൂം ത്രൂ ദ സ്കൈലൈറ്റ്. സ്കൈലൈറ്റിലൂടെ റിക്കീൻ്റെ റൂമിലേക്ക് എന്താണ്? സൺബീംസ് മീൻസ് സൂര്യകിരണങ്ങൾ ഇങ്ങനെ പീപ്പ് ചെയ്ത് വന്നു. പീപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒളിച്ച് വന്നു എന്ന്. ഹി വാസ് സ്റ്റിൽ ഇൻ ബെഡ്. ഹി വാസ് എ യങ് ബോയ് ഓഫ് 11. ഇവിടെ ഹി എന്ന് പറയുന്നത് ആരാണ്? യെസ്, ഈ കഥയിലെ കേന്ദ്ര ക്യാരക്ടറായ, കഥാപാത്രമായ റിക്കിയാണ്. റിക്കി ഇപ്പോൾ എവിടെയാണുള്ളത്? വേഴ്സ് ഹി? യെസ്, ഹി വാസ് സ്റ്റിൽ ഇൻ ബെഡ്. ഇപ്പോഴും ബെഡിലാണ്. അവൻ്റെ ഏജ് എത്ര ഇവിടെ പറയുന്നുണ്ട്? ഹി വാസ് എ യങ് ബോയ് ഓഫ് 11 വയസ്സുള്ള ഒരു കുട്ടിയാണ് നമ്മുടെ റിക്കി. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കൂ. റിക്കി ലിവ്ഡ് ഇൻ എ ലവ്ലി ഫ്യൂച്ചറിസ്റ്റിക് ഹൗസ് വിച്ച് ഹാഡ് എവ്രിതിങ് യു ക്യാൻ എവർ വാണ്ട്. എങ്ങനെയുള്ളൊരു വീട്ടിലായിരുന്നു നമ്മുടെ റിക്കി താമസിച്ചിരുന്നത്? ലവ്ലി ഫ്യൂച്ചറിസ്റ്റിക്, അതായത് അത്രയേറെ അത്യാധുനിക സൗകര്യങ്ങളുള്ള നല്ല ലവ്ലി ആയിട്ടുള്ള ഒരു വീടാണ്. അവിടുത്തെ പ്രത്യേകത എന്താ? ദർ എവ്രിതിങ് യു ക്യാൻ എവർ വാണ്ട്. നിങ്ങൾ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വീടായിരുന്നു നമ്മുടെ റിക്കിയുടെ വീട്. ബട്ട് ഹി വാസ് സ്ലോവൻലി ഇൻ ഹിസ് ഹാബിറ്റ്സ്. അവൻ്റെ സ്വഭാവം എങ്ങനെയുള്ളായിരുന്നു? ഭയങ്കര സ്ലോവൻലി. സ്ലോവൻലി മീൻസ് ഭയങ്കര അലസനായിരുന്നു. അതുകൊണ്ടാണല്ലോ അവൻ രാവിലെ എത്ര നേരം വെളുത്തിട്ടും അവൻ ഉണരാതെ അവിടെ റൂമിൽ തന്നെ ഇരിക്കുന്നത് അല്ലേ. ദെൻ ഹി ജസ്റ്റ്
ത്രൂ ഹിസ് ബിലോങ്ങിങ്സ് ഓൾ ഓവർ ദ പ്ലേസ്. അവൻ്റെ സാധനങ്ങളൊക്കെ, ബിലോങ്ങിങ്സ് എന്ന് പറഞ്ഞാൽ അവൻ്റെ സാധനങ്ങൾ അതൊക്കെ ത്രൂ ചെയ്ത് എറിഞ്ഞു. എങ്ങോട്ട്? റൂമിൽ നിന്ന് അങ്ങോട്ടും റൂമിൽ നിറയെ അവൻ്റെ സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞിട്ടായിരുന്നു അവൻ്റെ റൂം ഉണ്ടായിരുന്നത് അല്ലേ? ആ ചിത്രം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹിസ് മദർ ഹാഡ് ടു കളക്ട് ഹിസ് ബിലോങ്ങിങ്സ് ഫ്രം ഓൾ കോർണേഴ്സ് ഓഫ് ദ ഹൗസ്. അപ്പോൾ അവൻ്റെ റിക്കിയുടെ അമ്മ എന്താ ചെയ്തത്? അമ്മ റിക്കി വലിച്ചെറിയുന്ന ഓരോ ബിലോങ്ങിങ്സ്, ഓരോ സാധനങ്ങളും വീടിൻ്റെ കോർണേഴ്സ് മീൻസ് ഓരോ മൂലയിൽ നിന്നും കളക്ട് ചെയ്യണം. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കൂ. യെസ്, ഹിസ് മദർ ഹു വാസ് ദ മാനേജർ ഓഫ് എ ബാങ്ക് ലെഫ്റ്റ് ഇൻ ദ മോർണിംഗ് ഫോർ വർക്ക്. യെസ്, റിക്കിയുടെ മദറിൻ്റെ ജോബ് എന്തായിരുന്നു? ബാങ്ക് മാനേജർ അല്ലേ? ഓക്കെ, അപ്പം ബാങ്ക് മാനേജറായ റിക്കിയുടെ മദർ രാവിലെ മോർണിംഗ് തന്നെ വർക്കിന് വേണ്ടി പോകും. ഷീ ഓൾവേസ് ഹാഡ് വർക്ക് ഫോർ റിക്കി. റിക്കിക്ക് വേണ്ടിയോ അവർ വർക്ക് ചെയ്യുന്നുണ്ട്. എന്താ ചെയ്യുന്നത് നോക്കൂ. റിക്കി കീപ് യുവർ സ്കൂൾ ബാഗ് ഇൻ ദ സ്റ്റഡി റൂം. എന്തൊക്കെയാണ് റിക്കിനോട് പറയുന്നത്? റിക്കിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്തൊക്കെയാണ്? റിക്കി സ്കൂൾ ബാഗ് സ്റ്റഡി റൂമിൽ വെക്കൂ. പിന്നെന്താ പറഞ്ഞത്? റിക്കി പുട്ട് യുവർ ക്ലോത്ത്സ് ഇൻ ദ വാഷിംഗ് മെഷീൻ. റിക്കി ഡ്രസ്സൊക്കെ വാഷിംഗ് മെഷീനിൽ ഇടൂ. പിന്നെന്താ പറയുന്നത്? റിക്കി വാഷ് യുവർ ടിഫിൻ ബോക്സ് ഒക്കെ വാഷ് ചെയ്യൂ. റിക്കി അയൺ യുവർ ടീഷർട്ട് ആൻഡ് ട്രൗസേഴ്സ്. ടീഷർട്ടും ട്രൗസേഴ്സൊക്കെ അയൺ ചെയ്യൂ. അയൺ ചെയ്യുക മീൻസ് ഇസ്തിരിടാൻ പറയുകയാണ്. ആൻഡ് സോ ഓൺ, അങ്ങനെ ഓരോ കാര്യങ്ങൾ. ബട്ട് ഹി വാസ് ഓൾവേസ് പ്ലേയിങ്. പക്ഷേ നമ്മുടെ റിക്കി ഇതൊക്കെ ചെയ്യുന്നോ? ഇല്ല, റിക്കി എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. റിക്കി ഡിഡിൻ ഹെൽപ്പ് മച്ച് അറൗണ്ട് ദ ഹൗസ്. നമ്മുടെ റിക്കി വീട്ടിൽ അങ്ങനെയൊന്നും സഹായിക്കൊന്നുമില്ലായിരുന്നു. ബട്ട് ഹി വാസ് ആസ് എക്സൈറ്റഡ് ആസ് ഹിസ് പാരൻസ് വെൻ ദേ ബോട്ട് ദ ലേറ്റസ്റ്റ് മോഡൽ ഓഫ് എ ബട്ട്ലർ റോബോട്ട്. റിക്കിയുടെ പാരൻസ് ബട്ട്ലർ റോബോട്ടിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ വീട്ടിലേക്ക് വാങ്ങിച്ച സമയത്ത് നമ്മുടെ റിക്കി ആകെ എക്സൈറ്റഡ് ആയി. As soon as it arrived, off it went, cooking, cleaning and ironing. ബട്ട്ലർ റോബോട്ട് ആദ്യം തന്നെ എന്താ ചെയ്യാൻ പോയത്? കുക്കിംഗ്, പിന്നെ ക്ലീനിങ്, ആഫ്റ്റർ ദാറ്റ് അയണിങ്. പിന്നെ ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ഇറ്റ് ഡിഡ് വാസ് പിക്കിംഗ് അപ്പ് റിക്കീസ് ക്ലോത്ത്സ് ഫ്രം ദ ഫ്ലോർ. പ്രധാനപ്പെട്ട ജോലി എന്തായിരുന്നു ഈ ബട്ട്ലർ റോബോട്ടിൻ്റെ? യെസ്, നമ്മുടെ റിക്കിയുടെ തുണികൾ തറയിൽ നിന്നും എടുത്തു വെക്കലായിരുന്നു നമ്മുടെ ബട്ട്ലർ റോബോട്ടിൻ്റെ പ്രധാന ജോലി. ഓൺ ദ ഫസ്റ്റ് ഡേ വെൻ ഹി വെൻറ്റ് ടു സ്ലീപ്പ്, ഹിസ് ബെഡ്റൂം വാസ് ഇൻ എ ഡിസാസ്ട്രസ് സ്റ്റേറ്റ് ആസ് യൂഷ്വൽ. ബട്ട് വെൻ ഹി വോക്ക് അപ്പ് ദ നെക്സ്റ്റ് ഡേ എവറിതിങ് വാസ് പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി. അതായത് ഫസ്റ്റ് ഡേ നമ്മുടെ റിക്കി കിടന്നുറങ്ങാൻ പോയ സമയത്ത് ബെഡ്റൂമൊക്കെ ആകെ ഡിസാസ്റ്റർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ദുരന്തമായിരുന്നു. കാരണം അത്രയും ഒരു ശോചനീയ അവസ്ഥയായിരുന്നു. നമുക്കറിയാം നമ്മുടെ റിക്കി അവിടെയും ഇവിടെയും സാധനങ്ങളൊക്കെ ഇടുന്ന പരിപാടിയായിരുന്നു അല്ലേ? ഓക്കെ, പക്ഷേ അവൻ ഉണർന്നു കഴിഞ്ഞ സമയത്ത് എങ്ങനെയാണ് റൂം ഉണ്ടായിരുന്നത്? പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി. അത്രയേറെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ആയിട്ടുള്ള ഒരു റൂമിലാണ് അവൻ ഉണർന്നു നോക്കിയപ്പോൾ. അങ്ങനെയുള്ള റൂമാണ് അവൻ ഉണർന്നപ്പോൾ കണ്ടത്. "Wonderful! How neat and tidy my room looks!" he exclaimed. നമ്മുടെ റിക്കി അവൻ്റെ റൂം കണ്ട് ആകെ എക്സ്ക്ലെയിംഡ്, അവിടെ അത്ഭുതപ്പെട്ടു പോവുക. അവൻ പറയുന്നത് എന്താ? വണ്ടർഫുൾ, അത്ഭുതം. ഹൗ നീറ്റ് ആൻഡ് ടൈഡി മൈ റൂം ലുക്സ്. എൻ്റെ റൂം കാണാൻ എന്തൊരു ഭംഗിയാണ്. ഇൻഫാക്ട് ഇറ്റ് വാസ് ആക്ച്വലി ടു ക്ലീൻ. റിക്കി couldn't find his favorite t-shirt nor his favorite football. യഥാർത്ഥത്തിൽ ആ റൂം നല്ല നീറ്റായിരുന്നു. പക്ഷേ റിക്കിക്ക് അവിടെ അവൻ്റെ ഫേവറേറ്റ് ടീഷർട്ടും ഫുട്ബോളും കാണാൻ കഴിഞ്ഞില്ല. "മാ, വേഴ്സ് മൈ ടീഷർട്ട്? വേഴ്സ് മൈ ബോൾ?" ഹി പെസ്റ്റേർഡ് ഹിസ് മദർ. അങ്ങനെ ഫുട്ബോളും ടീഷർട്ടും കാണാതെയായപ്പോൾ നമ്മുടെ റിക്കി എന്ത് ചെയ്തു? അമ്മേനെ ശല്യപ്പെടുത്താൻ തുടങ്ങി. എവിടെ എൻ്റെ ടീഷർട്ട്, എവിടെ എൻ്റെ ഫുട്ബോൾ എന്ന് ചോദിച്ചിട്ട്. ഹി കുഡ് നോട്ട് ഫൈൻഡ് ഹിസ് തിങ്സ് ഈവൻ ആഫ്റ്റർ ഹി ഹാഡ് സെർച്ച്ഡ് അപ്പ് ആൻഡ് ഡൗൺ. താഴെയും മുകളിലും ഒക്കെ തിരഞ്ഞു നോക്കിയിട്ടും അവൻ്റെ സാധനങ്ങളൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഹി ആസ്ക്ഡ് ഹിംസെൽഫ് വേർ കുഡ് ദേ ഹാവ് ഗോൺ. അവനോട് തന്നെ ചോദിക്കുക, എവിടെയായിരിക്കും അതൊക്കെ പോയിട്ടുണ്ടാവുക. ഹൗവർ മച്ച് ഹി സെർച്ച് ഡ്യൂറിങ് ദ ഡേ, ദോസ് ടു ഐറ്റംസ് ഡിഡ് നോട്ട് റീഅപ്പിയർ ആൻഡ് ദ സെയിം വാസ് ടു ഹാപ്പൻ വിത്ത് അതർ തിങ്സ് ടു. പകൽ സമയത്ത് റിക്കി എത്ര നേരം തിരഞ്ഞിട്ടും ആ രണ്ട് സാധനങ്ങൾ റിക്കിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഇതേ കാര്യം തന്നെ മറ്റു കാര്യങ്ങൾക്കും സംഭവിക്കേണ്ടതായിരുന്നു. റിക്കി കാസ്റ്റ് എ സസ്പീഷ്യസ് ഐ ഓൺ ദ ഗ്ലീമിംഗ് ബട്ട്ലർ റോബോട്ട്. "ഐ തിങ്ക് ഇറ്റ്സ് ഹിസ് ഹാൻഡ് വർക്ക്," ഹി തോട്ട്. റിക്കി സംശയാസ്പദമായ ഒരു കണ്ണ് നമ്മുടെ ആ തിളങ്ങുന്ന ബട്ട്ലർ റോബോട്ടിൻ്റെ മേൽ വെച്ചു. അതായത് റിക്കിക്ക് റോബോട്ടിനെ സംശയമായി തുടങ്ങിയെന്ന്. "ഐ തിങ്ക് ഇറ്റ്സ് ഹിസ് ഹാൻഡ് വർക്ക്," ഹി തോട്ട്. അത് എന്താ ചിന്തിച്ചത്?
നമ്മുടെ ആ ഗ്ലീമിങ് റോബോട്ടിൻ്റെ വർക്കായിരിക്കും, അവൻ്റെ പണിയായിരിക്കും ഇതൊക്കെ ചെയ്തതെന്ന് നമ്മുടെ റിക്കി ഇങ്ങനെ ചിന്തിച്ചു. പിന്നീട് എന്താ സംഭവിച്ചു നോക്കൂ. ഹി ഹാച്ച്ഡ് എ പ്ലാൻ ടു സ്പൈ ഓൺ ദ റോബോട്ട് ആൻഡ് ബിഗാൻ ഫോളോയിങ് ഇറ്റ് അറൗണ്ട് ദ ഹൗസ്. അവൻ റോബോട്ട് എന്താ ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഒരു ചാരപ്പണിക്ക് സ്പൈ വർക്കിന് പ്ലാൻ ചെയ്തു. എന്നിട്ടോ വീടിന് ചുറ്റും റോബോട്ടിനെ ഫോളോ ചെയ്തു. ഫൈനലി ഹി കോട്ട് ഇറ്റ് റെഡ് ഹാൻഡഡ് വൈൽ ഇറ്റ് വാസ് പിക്കിംഗ് അപ്പ് വൺ ഓഫ് ഹിസ് ക്ലോത്ത്സ്. അവസാനം റിക്കി കയ്യോടെ പിടികൂടുന്നതിന് പറഞ്ഞ വേർഡാണ് റെഡ് ഹാൻഡഡ്. എപ്പോഴാണ് പിടികൂടിയത് നോക്കൂ. വൈൽ ഇറ്റ് വാസ് പിക്കിംഗ് അപ്പ് വൺ ഓഫ് ഹിസ് ക്ലോത്ത്സ്. റോബോട്ട് റിക്കിയുടെ ഒരു ഡ്രസ്സ് ഇങ്ങനെ എടുക്കുന്ന സമയത്താണ് റിക്കി റോബോട്ടിനെ പിടികൂടിയത്. റിക്കി എന്താ ചെയ്തത് നോക്കൂ. റിക്കി ഫോളോഡ് ദ റോബോട്ട് വിതൗട്ട് മേക്കിംഗ് എ സൗണ്ട്. ടു ഹിസ് സർപ്രൈസ് ഹി സോ ദ റോബോട്ട് ഫോൾഡിംഗ് ഹിസ് ടീഷർട്ട് നീറ്റ്ലി ആൻഡ് കീപ്പിംഗ് ഇറ്റ് ഓൺ എ പൈൽ ഓഫ് ക്ലോത്ത്സ് ഇൻ ദ സ്റ്റോർ റൂം. റിക്കി ശബ്ദമൊന്നും ഉണ്ടാക്കാതെ റോബോട്ടിനെ പിന്തുടർന്നു. ടു ഹിസ് സർപ്രൈസ്, നമ്മുടെ റിക്കിയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കാഴ്ചയാണ് കണ്ടത്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഹി സോ ദ റോബോട്ട് ഫോൾഡിംഗ് ഹിസ് ടീഷർട്ട് നീറ്റ്ലി ആൻഡ് കീപ്പിംഗ് ഇറ്റ് ഓൺ എ പൈൽ ഓഫ് ക്ലോത്ത്സ് ഇൻ ദ സ്റ്റോർ റൂം. സ്റ്റോർ റൂമിലുള്ള വസ്ത്രക്കൂമ്പാരത്തിൻ്റെ മേതെ റിക്കീൻ്റെ ടീഷർട്ട് നമ്മുടെ റോബോട്ട് മടക്കി ഇങ്ങനെ വെക്കുന്ന കാഴ്ചയാണ് നമ്മുടെ റിക്കി കണ്ടത്. ഓഫ് ഹി വെൻറ്റ് running to his parents. Father, this butler robot is faulty. He has filched my things. റിക്കി പാരൻസിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി. എന്നിട്ട് പറയുകയാണ് അച്ഛനോട്, അച്ഛ ഈ റോബോട്ട് ശരിയല്ല, അത് എൻ്റെ സാധനങ്ങളൊക്കെ കട്ടെടുക്കുന്നുണ്ടെന്ന്. ഐ തിങ്ക് ദേ പ്രോഗ്രാംഡ് ഹിം ബാഡ്ലി. റിക്കി പറയാ, എനിക്ക് തോന്നുന്നു അവർ ഈ റോബോട്ടിനെ ശരിയായ രീതിയിലല്ല പ്രോഗ്രാം ചെയ്തതെന്ന്. ലെറ്റ്സ് സെൻഡ് ഹിം ഓഫ്. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവനെ ഇവിടുന്ന് പറഞ്ഞയക്കുകയാണ്. അപ്പോൾ ഫാദർ എന്താ മറുപടി പറഞ്ഞു നോക്കൂ. അബ്സല്യൂട്ട്ലി നോട്ട്. ഫാദർ ഷുക്ക് ഹിസ് ഹെഡ്. അതായത് തീർച്ചയായും നടക്കില്ല എന്ന്, അതായത് പറഞ്ഞയക്കില്ല എന്ന് തന്നെ തലയാട്ടിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്. ഹി വാസ് എൻ എക്സ്പേർട്ട് ഇൻ റോബോട്ടിക്സ്. റിക്കിയുടെ ഫാദർ റോബോട്ടിക്സിൽ നല്ല എക്സ്പേർട്ടായിട്ടുള്ള ഒരാളായിരുന്നു. ഹി ഹാഡ് ബീൻ ഡിലൈറ്റഡ് വിത്ത് ദ ന്യൂ ബട്ട്ലർ. ഇറ്റ് വാസ് എ ഡ്രീം കം ട്രൂ. റിക്കിയുടെ ഫാദർ ഈ ബട്ട്ലർ റോബോട്ട് വന്നതിൽ പിന്നെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അദ്ദേഹത്തിന് സ്വപ്നം സാക്ഷാത്കരിച്ച പോലുള്ള ഒരു ഫീലായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. എന്നാൽ റിക്കിയുടെ ഫീൽ എന്തായിരുന്നു? ബട്ട് റിക്കി വാസ് ഒബ്സ്റ്റിനേറ്റ്. ഒബ്സ്റ്റിനേറ്റ് മീൻസ് വാശി, ശാഠ്യം എന്നൊക്കെ പറയില്ലേ. യെസ്, റിക്കി നല്ലൊരു വാശിക്കാരനായിരുന്നു. ഐ വാണ്ട് ടു ഗെറ്റ് റിഡ് ഓഫ് ഹിം. എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഒഴിവാക്കണം. അതായിരുന്നു നമ്മുടെ റിക്കിയുടെ ആവശ്യം. എ ഹീറ്റഡ് ആർഗ്യുമെൻറ്റ് ബിറ്റ്വീൻ റിക്കി ആൻഡ് ഹിസ് ഫാദർ ഫോളോഡ്. അങ്ങനെ റിക്കിയും റിക്കിയുടെ ഫാദറും തമ്മിൽ നല്ലൊരു തർക്കം, ചൂടേറിയൊരു തർക്കം അവിടെ ഉണ്ടായി. അവരുടെ ഹീറ്റഡ് ആർഗ്യുമെൻ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫാദർ, എ റോബോട്ട് ഈസ് എ വണ്ടർഫുൾ ഡിവൈസ്. ലുക്ക് അറ്റ് ദ തിങ്സ് ഇറ്റ് ക്യാൻ ഡു. നോക്കൂ മോനെ, ആ റോബോട്ടിനെ ഒന്ന് നോക്കൂ. എ റോബോട്ട് ഈസ് എ വണ്ടർഫുൾ ഡിവൈസ്. റോബോട്ട് എന്ന് പറഞ്ഞാൽ നല്ല ഒരു അത്ഭുതകരമായ ഒരു ഉപകരണമാണ് റോബോട്ട്. അപ്പോൾ റിക്കിയുടെ റിപ്ലൈ എന്താ നോക്കൂ. ഐ ഡോണ്ട് തിങ്ക് സോ. ഹീ ഈസ് ഡൂയിങ് മോർ ഹാം ദെൻ ഗുഡ്. എനിക്കങ്ങനെ തോന്നുന്നില്ല. റോബോട്ട് എന്ത് ചെയ്യും? ഹീ ഈസ് ഡൂയിങ് മോർ ഹാം ദെൻ ഗുഡ്. നല്ലതിനേക്കാൾ കൂടുതൽ ചീത്തയാണ് അവൻ ചെയ്യുന്നത് എന്ന്. അപ്പോൾ ഫാദറിൻ്റെ റിപ്ലൈ എന്താ നോക്കൂ. ഫാദർ, യു ആർ റോങ് റിക്കി. യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ എ റോബോട്ട് വർക്ക്സ്. റിക്കി, യു ആർ റോങ്. നീ പറയുന്നതൊക്കെ തെറ്റാണ്. നിനക്ക് മനസ്സിലാവില്ല എങ്ങനെയാണ് ഒരു റോബോട്ട് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നിനക്ക് മനസ്സിലാവില്ല. അപ്പോൾ റിക്കി എന്താ പറയുന്നത് നോക്കൂ. റിക്കി, ഐ കാണ്ട് അഗ്രി വിത്ത് യു. എ റോബോട്ട് വിൽ ബി എ ബിഗ് പ്രോബ്ലം ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർലി പ്രോഗ്രാംഡ്. റിക്കി പറഞ്ഞു നോക്കൂ. ഐ കാണ്ട് അഗ്രി വിത്ത് യു. ഐ ഡോണ്ട് അഗ്രി വിത്ത് യു. ഞാൻ നിങ്ങൾ പറയുന്നതായിട്ട് യോജിക്കുന്നില്ല. എന്താണ്? എ റോബോട്ട് വിൽ ബി എ ബിഗ് പ്രോബ്ലം. റോബോട്ട് ഒരു വലിയൊരു പ്രോബ്ലമായി മാറും എങ്ങനെ അവ ശരിയായ രീതിയിൽ പ്രോഗ്രാം ചെയ്തിട്ടില്ലെങ്കിൽ എന്നാണ് നമ്മുടെ റിക്കി പറയുന്നത്. റിക്കി kept on complaining to his parents about the robot hiding things that overweighed whatever useful things he did. റോബോട്ട് മറച്ചു വെക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ റിക്കീൻ്റെ പാരൻസിനോട് കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. റോബോട്ട് ചെയ്യുന്ന ഉപകാരത്തെക്കാൾ കവിഞ്ഞൊഴുകുന്നതായിരിക്കും അത്തരം കാര്യങ്ങളെന്നാണ് നമ്മുടെ റിക്കി പാരൻസിനോട് പറയുന്നത്. ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് പേജ്. യെസ്, വൺ ഡേ ദ റോബോട്ട് who was whirling past heard the boys' complaints. The robot returned with a pair of Ricky's shoes and some of his clothes.
ഒരു ദിവസം റോബോട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ റിക്കിയുടെ കംപ്ലൈൻറ്റ് കേട്ടു. റോബോട്ട് റിക്കിയുടെ ഒരു പെയർ ഷൂസും കുറച്ച് വസ്ത്രങ്ങളുമായിട്ട് റിക്കിയുടെ അടുത്തേക്ക് തിരിച്ചെത്തി. റോബോട്ട് റിക്കിയോട് എന്താ പറഞ്ഞു നോക്കൂ. ഹിയർ സർ, ഐ ഡിഡ്ന്റ് നോ ഇറ്റ് വാസ് ബോദറിങ് യു, സെഡ് ദ ബട്ട്ലർ ഇൻ ഹിസ് മെറ്റാലിക് വോയിസ്. റോബോട്ടിൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടില്ലേ? ഒരു പ്രത്യേക ശബ്ദത്തിലല്ലേ, ഒരു മെറ്റാലിക് വോയിസിലല്ലേ ഈ റോബോട്ടൊക്കെ സംസാരിക്കുക. എങ്ങനെ പറഞ്ഞു നോക്കൂ. ഹിയർ സർ, ഐ ഡിഡ്ന്റ് നോ ഇറ്റ് വാസ് ബോദറിങ് യു. സർ, നിങ്ങളെ ഇത്രയേറെ ഈ സാധനം നിങ്ങളെ ബോദർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ റിക്കി എന്താ പറഞ്ഞു നോക്കൂ. ഹൗ കുഡ് ഇറ്റ് നോട്ട്, യു തീഫ്, യു ഹാവ് ബീൻ നിക്കിങ് മൈ സ്റ്റഫ് ഫോർ വീക്സ്. റിക്കി ദേഷ്യം പിടിച്ച് പറയാം, കള്ള, അതെങ്ങനെ പറ്റില്ല, നീ ഒരാഴ്ചയായി എൻ്റെ ഓരോ സാധനങ്ങൾ കട്ടെടുക്കുന്നതെന്ന്. റോബോട്ട് എന്താ റിപ്ലൈ പറഞ്ഞു നോക്കൂ. ഐ ഹാഡ് സീൻ യുവർ തിങ്സ് ലൈങ് സ്കാറ്റേർഡ് ഓൺ ദ ഫ്ലോർ. നിൻ്റെ സാധനങ്ങൾ ഇങ്ങനെ തറയിൽ ചിതറി കിടക്കുന്നത് ഞാൻ കാണുകയുണ്ടായി. ഐ തോട്ട് ദാറ്റ് യു ഡിഡിൻറ്റ് നീഡ് ദം. ഞാൻ വിചാരിച്ചു നിനക്കതൊന്നും ആവശ്യമില്ലാത്തതാണെന്ന്. ഐ എം പ്രോഗ്രാംഡ് ടു കളക്ട് ഓൾ ദാറ്റ് ഈസ് നോട്ട് വാണ്ടഡ്. ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യേണ്ട രീതിയിലാണ് എന്നെ പ്രോഗ്രാം ചെയ്തതെന്ന് റോബോട്ട് റിക്കിയോട് പറഞ്ഞു. അറ്റ് നൈറ്റ് ഐ സെൻഡ് ദം ടു പ്ലേസ് വേർ അതർ ഹ്യൂമൻസ് ക്യാൻ യൂസ് ദം. റോബോട്ട് തുടർന്ന് പറയാണ്, രാത്രി കാലങ്ങളിൽ ഞാൻ ഇത് ആവശ്യമുള്ള ആൾക്കാരുള്ള സ്ഥലത്തേക്ക് അയച്ചു കൊടുക്കുന്നു. ഐ ആം എ മാക്സിമം എഫിഷ്യൻസി മെഷീൻ. വർ യു അൺഅവെയർ ഓഫ് ഇറ്റ്? ദ റോബോട്ട് സെഡ് വിത്ത് എ സെർട്ടൈൻ പ്രൈഡ്. റോബോട്ട് കുറച്ച് അഭിമാനത്തോടു കൂടി റിക്കിയോട് പറയാണ്, ഞാൻ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മെഷീനാണ്, അതിനെക്കുറിച്ചൊന്നും നിനക്ക് അറിയില്ല എന്ന്. റിക്കി വാസ് അഷേംഡ്. റിക്കി നാണിച്ചു പോയി. ഹി ഹാഡ് സ്പെൻഡ് ഓൾ ഹിസ് ലൈഫ് ട്രീറ്റിംഗ് തിങ്സ് ആസ് ദോ ദേ വെയർ യൂസ്ലെസ്. റിക്കി അവൻ്റെ ജീവിതകാലം മുഴുവൻ, അതായത് ഇത്രയും കാലം അവൻ്റെ മുന്നിൽ കാണുന്ന ഈ സാധനങ്ങളെല്ലാം ഉപയോഗശൂന്യമായ സാധനങ്ങളായിട്ടാണ് അവൻ ട്രീറ്റ് ചെയ്തിരുന്നത്. ഹി കെയർഡ് ഫോർ നത്തിങ്. അവൻ ഒന്നും തന്നെ ശ്രദ്ധിച്ചില്ല. യെറ്റ് there were many people in the world who would have been delighted to have Ricky's things. എന്നാൽ റിക്കിയുടെ ഈ സാധനങ്ങൾ കിട്ടിയാൽ സന്തോഷിക്കുന്ന ധാരാളം ആളുകൾ ഈ ലോകത്തുണ്ടായിരുന്നു. Unlike him, they would have taken good care of them too. അവനെപ്പോലെയല്ല, ഇവർ ഇത്തരം സാധനങ്ങൾ നല്ല ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഹി റിയലൈസ്ഡ് ദാറ്റ് ദ റോബോട്ട് വാസ് നൈദർ ബ്രോക്കൺ നോർ മിസ്പ്രോഗ്രാംഡ്. റിക്കിക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ റോബോട്ട് പൊട്ടിപ്പോയതോ അല്ലെങ്കിൽ മിസ്പ്രോഗ്രാം ചെയ്തതോ ആയിട്ടുള്ളതല്ല, ചീത്തയായിട്ടുള്ള ഒരു റോബോട്ടല്ല, നല്ല റോബോട്ടാണെന്നുള്ള കാര്യം റിക്കിക്ക് മനസ്സിലായി. റേദർ ഇറ്റ് ഹാഡ് ബീൻ പ്രോഗ്രാംഡ് എക്സ്ട്രീംലി വെൽ. അതിലേറെ ഈ റോബോട്ട് നല്ല എക്സ്ട്രീമായിട്ട് പ്രോഗ്രാം ചെയ്ത നല്ലൊരു റോബോട്ടാണെന്നുള്ള കാര്യം കൂടി നമ്മുടെ റിക്കിക്ക് ബോധ്യമായി. അപ്പം നമ്മൾ ഈ സ്റ്റോറിയുടെ അവസാന ഭാഗത്തെത്തി. അവിടെ നിന്ന് നമുക്ക് നോക്കാം. സിൻസ് ദെൻ റിക്കി ഡിസൈഡഡ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. അന്ന് മുതൽ റിക്കി തീരുമാനിച്ചു എങ്ങനെയാവണമെന്ന് ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. ഒരു മാക്സിമം എഫിഷ്യൻറ്റ്, നല്ല കഴിവുള്ള നല്ലൊരു കുട്ടിയായി തീരാൻ അവൻ തീരുമാനിച്ചു. ഹി പുട്ട് റിയൽ കെയർ ഇൻ ടു ഹൗ ഹി ട്രീറ്റഡ് ഹിസ് തിങ്സ്. റിക്കിയുടെ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്ന കാര്യത്തിൽ റിയൽ കെയർ, ദാറ്റ് മീൻസ് യഥാർത്ഥ ശ്രദ്ധ ചെലുത്തി. ഹി കെപ്റ്റ് ദം ടൈഡി ആൻഡ് മേക്ക് ഷുവർ ഹി ഡിഡ്ന്റ് ഹാവ് മോർ ദാൻ വാട്ട് വാസ് നെസസറി. അവൻ അവൻ്റെ സാധനങ്ങളെല്ലാം വൃത്തിയായി സൂക്ഷിക്കുകയും കൂടാതെ ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങൾ അവൻ്റെ കയ്യിലില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. ആൻഡ് ഹി ടുക്ക് എ ലീഫ് ഔട്ട് ഓഫ് ദ റോബോട്ട്സ് ബുക്ക്. അവൻ റോബോട്ടിൻ്റെ ബുക്കിൽ നിന്നും ഒരു ലീഫ് എടുത്തു. വിത്ത് ഹിസ് പോക്കറ്റ് മണി ഹി ബിഗാൻ ടു ഹെൽപ്പ് പീപ്പിൾ ആൻഡ് ബൈ നീഡ്ഫുൾ തിങ്സ് ഫോർ ദം. റിക്കി അവൻ്റെ പോക്കറ്റ് മണി ഉപയോഗിച്ച് ആളുകളെ സഹായിക്കാനും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാനും തുടങ്ങി. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ സ്റ്റോറി അവസാനിച്ചു. ദെൻ ടെൽ മീ, ഹൗ വാസ് ദ സ്റ്റോറി? ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് സ്റ്റോറി. ഓക്കെ, ദെൻ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അടയാളപ്പെടുത്തണേ. എന്ത് സംശയത്തിനും നമ്മൾ മറുപടി തരുന്നതായിരിക്കും. സോ പിന്നെ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കുറച്ചുകൂടി നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ ഉള്ള ഒരു വീഡിയോ ചെയ്യുക. സോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സ്റ്റേ ട്യൂൺ അവർ ചാനൽ. താങ്ക് യു, ബൈ ബൈ.